അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നിവിൻ പോളിയെ കുറിച്ചാണ്. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിട്ട് ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒറ്റ ചിരിയോടുകൂടി ഒരേ ചിരിയോടുകൂടി എനിക്ക് കാണാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ പൊട്ടിച്ചിരി വന്നു. അല്ലാതെ തന്നെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി 2.5 മണിക്കൂർ ഒരു സിനിമ സന്തോഷത്തോടെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് നിവിൻ പോളിയുടെ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. കാരണം മമിതയായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, ഈ പറയുന്ന ഏജ് ഡിഫറൻസ് ഉള്ള ഒരു പ്രണയം, എനിക്കത് ഭയങ്കരമായിട്ട് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നിവിൻ പോളിയെ കുറിച്ച് പറയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു നടൻ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. ഇടക്കാലത്ത് വെച്ച് പുള്ളിയുടെ കുറച്ച് സിനിമകളൊക്കെ ഡൗൺ ആയിപ്പോയായിരുന്നു. പക്ഷെ എങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ സർവമായ വന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഒരു ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. അപ്പം എനിക്ക് നിവിൻ പോളിയുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ പറയാനാണെങ്കിൽ എല്ലാവരും സംസാരിച്ചിട്ടുള്ളതും അറിയാവുന്ന കാര്യമാണ്. മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആ ഒരു സിനിമ, അതിലെ ആ ഒരു ക്യാരക്ടർ, സത്യം പറഞ്ഞാൽ അത്രയും ചെറുപ്പക്കാരുണ്ടായിരുന്നു. എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കണ്ടത്. പക്ഷെ ഒരു പ്രത്യേകത ഈ ഒരു ക്യാരക്ടറിന് സ്പെഷ്യലി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സിനിമയിൽ കൂടി അദ്ദേഹം കയറി വന്നു. പിന്നീട് കുറച്ച് സിനിമകൾ വേറെ ചെയ്തെങ്കിലും തട്ടത്തിന്മറയത്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് നല്ലൊരു വമ്പൻ ഹിറ്റ് വന്നു. പിന്നെ നേരം വന്നു, നേരം കഴിഞ്ഞ് പിന്നെ പ്രേമം വന്നു. അങ്ങനെ സിനിമകൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വന്ന സമയത്ത് തന്നെ ആളുടെ ആ ചിരിയും ആ ഒരു ചാംനസും കൊണ്ട് നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ കയറി. പ്രേമം എന്ന് പറയുന്ന ചിത്രം വന്നപ്പോൾ അതൊരു വമ്പൻ ബ്ലോക്ക് ബസ്റ്ററായി. കാരണം അത് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലും പിന്നെ മൊത്തത്തിൽ ഒരു പ്രേമമയമായിരുന്നു. ആ സമയത്തെ ചെറുപ്പക്കാരിലെല്ലാം കറുത്ത ഷർട്ടും കറുത്ത എന്താ പറയുക കരയുള്ള മുണ്ടും കരയുള്ള വെള്ളമുണ്ടും ഉടുപ്പിച്ച് സ്റ്റൈലിഷ് ആയിട്ട് നടത്തിക്കാനായിട്ട് ആ ഒരു ജോർജ് എന്ന് പറയുന്ന ക്യാരക്ടർ സഹായിച്ചു. ആ ഒരു ക്യാരക്ടർ എത്ര നാളാ ഇപ്പോഴും ആ ഒരു സിനിമ കണ്ടാൽ ഭയങ്കര ഫ്രഷ് ആണ്, പറയാതിരിക്കാൻ മേല. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുള്ള എത്രയെത്രയോ സിനിമകൾ, എത്രയെത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയിലൊക്കെ അദ്ദേഹം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടന്റെയും ബാബു ആന്റണിയുടെയും ഒക്കെ സാന്നിധ്യം കൂടെ ആ സിനിമയെ കൂടുതൽ ശ്രദ്ധേയമാക്കി. നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു താരത്തെ ജനഹൃദയങ്ങളിൽ എത്രത്തോളം ഇഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ സിനിമ വരുമ്പോഴും അതിന് വരുന്ന വരവേൽപ്പ്, ആ ഒരു ആവേശം നമുക്ക് കാണാൻ പറ്റും. ഇനി പ്രത്യേകിച്ച് പറയാനുള്ള അതിനുശേഷം അദ്ദേഹത്തിന്റെ കുറെ സിനിമകൾ, സഖാവ് പോലെയുള്ള സിനിമകൾ, മഹാവീര്യർ, പടവെട്ട്, അങ്ങനെ കുറെ സിനിമകൾ, തുറമുഖം, അങ്ങനെ കുറെ സിനിമകൾ വന്നിട്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സിനിമ തുടരെ തകരുന്ന സാഹചര്യം. അതിന്റെ ഇടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സിനിമയാണ് ഈ മഹാവീര്യർ എന്ന് പറയുന്ന എബ്രിഡ് ഷൈൻ ചെയ്ത സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയ ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയത്. പക്ഷെ അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ആ സിനിമ, എന്നെ പോലെ തന്നെ ആ സിനിമ ഇഷ്ടപ്പെട്ട കുറെ പേരുണ്ട്, ഇഷ്ടപ്പെടാത്ത കുറെ ആളുകളും ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി കൺസെപ്റ്റ് ആയിരുന്നു ആ സിനിമ. രണ്ടാമത് പടവെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ. പടവെട്ട് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ അതും വളരെ ലേസി ആയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ അമ്മയുടെ തണലിൽ ജീവിച്ചു വരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ അവന്റെ ആ ഒരു പൗരുഷം ഏറ്റവും ഒരു എൻഡ് പോർഷനിലേക്ക് എത്തുമ്പം അവന്റെ ആ ഒരു പുരുഷന്റെ ആ ഒരു പവർ കാണിക്കുന്നൊക്കെ ഉണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ ബോക്സ് ഓഫീസിൽ അത് തകർന്നുപോയി. പിന്നീട് അദ്ദേഹം ചെയ്യുന്ന സിനിമകളൊന്നും അങ്ങോട്ട് സെറ്റാകാതെ വന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസന്റെ സിനിമ വന്നു. സിനിമയ്ക്ക് മിശ്ര പ്രതികരണമായിരുന്നു. എങ്കിലും അതിലെ സിനിമ വമ്പൻ ഹിറ്റായിരുന്നു, അത് വേറെ കാര്യം. എങ്കിലും അതിനകത്തൊരു മിക്സഡ് ആയിട്ടുള്ള റിവ്യൂ ഉണ്ടായിരുന്നു. പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പലർക്കും പടം വലിഞ്ഞു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ലാഗ് വരുന്നതായിട്ട് തോന്നി. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവസാനം ഈ പറയുന്നത് പോലെ നമ്മുടെ നിവിൻ പോളിയുടെ ഒരു ക്യാരക്ടർ കയറി വന്നിട്ട് പൊളിക്കുന്ന ഒരു പൊളിയുണ്ട്. ഓയ്യോ എന്റെ പൊന്നെ, അതൊരു വെറൈറ്റി സാധനമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം ഒന്ന് തകർത്തു. പിന്നീട് അദ്ദേഹത്തിന്റെ വന്ന സർവമായ എന്ന് പറയുന്ന സിനിമ ഒരു രക്ഷയില്ല, അത്രയ്ക്കധികം നമ്മളെ ഇഷ്ടപ്പെടുത്തിയതാണ് ആ സിനിമയിലെ നിവിൻ പോളി അജു വർഗീസ് കോംബോ. പറയാതിരിക്കാൻ മേല, അവരുടെ ഒരു പ്രത്യേക ഒരു രസമാണ് ആ ഒരു കൂട്ട് വരുമ്പം. എന്താ പറയുന്നത്,
അജു വർഗീസ്, നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആ ഒരു സിനിമയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദിനേശൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അതിന്റെ കൂടെ അജു വർഗീസ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രസം ഭയങ്കര ഫണ്ണാണ്. അവർ തമ്മിൽ ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ട്. അത് സർവ്വമായിൽ നമ്മൾ കണ്ടതാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അജു വർഗീസ് അതിൽ ഇല്ലായിരുന്നെങ്കിൽ പോലും ആ ഒരു സിനിമ ഹിറ്റായി. എങ്കിലും കുറെ ആളുകൾ ചോദിക്കുന്നു എന്തേ ഇവിടെ അജു വർഗീസ് ഇല്ല എന്നുള്ള ചോദ്യങ്ങൾ പല ആളുകളും ചോദിച്ചു കേട്ടു. പക്ഷെ അതൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത സിനിമ വരുന്നുണ്ട് നിവിൻ പോളി അജു വർഗീസ് കോമ്പിനേഷനിൽ. നിവിൻ പോളി ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യാനാണ് താല്പര്യം എന്നാണ്. കാരണം അദ്ദേഹം കുറച്ച് വെറൈറ്റി പടങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ വന്നിരുന്ന ആ ഒരു സെറ്റപ്പിൽ നിന്ന് മാറി ചിന്തിച്ച് കുറച്ച് പടങ്ങൾ ചെയ്തൊന്നും സെറ്റായില്ല. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന സമയത്താണ് സർവമായ വന്നത്. ആ സിനിമ ഒരു നല്ല വിജയത്തിലേക്ക് എത്തിയത്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക, അങ്ങനെ സിനിമ ഹിറ്റുകളാക്കുക. അങ്ങനെ അദ്ദേഹം ആ ഒരു പതിവ് രീതി അങ്ങോട്ട് ആവർത്തിച്ചു. അങ്ങനെയാണ് ബത്ലഹേം കുടുംബം ഉണ്ടായത്. ഇനി വരാൻ പോകുന്ന സിനിമകളിലും ഇതുപോലെ തന്നെ നല്ല 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 കഥാപാത്രങ്ങൾ, അതായത് ഒരു ഹാപ്പിനെസ് ഉള്ള സിനിമകൾ ചെയ്യാനാണ് താല്പര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും വെറൈറ്റി പടങ്ങൾ ഉണ്ടാവുമെങ്കിലും കൂടുതലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ, അല്ലാതെ ചുമ്മാ ചവറ് പോലെ പടം എടുത്ത് ചെയ്തിട്ട് പൊട്ടിച്ചു കളയുക എന്ന് പറയുന്നത് ഒരു നടന്റെ കരിയർ പീക്ക് ലെവലിൽ നിന്ന് താഴേക്ക് മുക്കൂത്തി വീഴുന്ന ഒരു അവസ്ഥയായിരിക്കും. ഏകദേശം ഒരു നല്ല ഗ്രാഫ്, നല്ലൊരു ഗ്രോത്തിൽ നിന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പടങ്ങൾ തകിടം മറിയാൻ തുടങ്ങിയ വീണ്ടും താഴേക്ക് പോരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതും വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായതും സർവ്വമായയിലൂടെ ഉയർത്തെഴുന്നേറ്റ് ഇപ്പൊ ബത്ലഹേം കുടുംബം യൂണിറ്റ് വമ്പൻ ഹിറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിവിൻ പോളി സിനിമകൾ പ്രേക്ഷകർ ആകാംക്ഷപൂർവ്വമാണ് വരവേൽക്കുന്നത്, കാത്തിരിക്കുന്നത്. അങ്ങനെയാണ്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന ലാലേട്ടൻ ചിരിക്കുമ്പോൾ ചിരിക്കുകയും അദ്ദേഹം കരയുമ്പോൾ കരയുകയും അദ്ദേഹത്തിന് ദേഷ്യം വരിക എന്ന് പറയുന്ന പോലെ നിവിൻ പോളിക്ക് ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ലാലേട്ടന്റെ ഒപ്പം നമ്മൾ പറയത്തില്ല ഒരിക്കലും, പക്ഷേ ലാലേട്ടനെ പോലെ എന്തൊക്കെയോ നിവിൻ പോളിക്കും കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് നല്ല എനർജിയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ. എപ്പോഴും ആ ഒരു ആവേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ വരുമ്പോൾ, നിവിൻ പോളി സിനിമ വരുമ്പോൾ തിയേറ്ററിലേക്ക് ഓടുന്നതും സിനിമ കാണാൻ പോകുമ്പോൾ ഉള്ള ഒരു ഇത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമ കാണാൻ വേണ്ടി ചെന്നിട്ട് ചിലപ്പോ ഒക്കെ നിരാശ ഉണ്ടാകുമെങ്കിലും ഇപ്പൊ ബാക്ക് ടു ബാക്ക് അദ്ദേഹം 2 ഹിറ്റുകൾ തന്നിരിക്കുകയാണ്. ചെറിയ ഹിറ്റ് അല്ല, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആണെന്ന് പറയാം. അത്രയ്ക്കധികം ഉണ്ട്. എന്തായാലും നിവിൻ പോളിയുടെ ഫാൻസ് ആണെങ്കിൽ പോലും ഒരുപാട് എന്താ പറയുക, ഒരു സമയത്ത് കുറച്ച് സങ്കട കാലഘട്ടമായിരുന്നു അവർക്ക്. ഒരു സമയത്ത്, കാരണം ആവേശത്തോടുകൂടി തിയേറ്ററിലേക്ക് ഫാൻസ് ചെല്ലുന്നു. അവര് ഫാൻസ് എന്ന് പറയുമ്പോൾ ഫാൻ ഫൈറ്റുകൾ ഉണ്ടാവും, മറ്റു താരങ്ങളുടെ ആരാധകരുമായിട്ടുള്ള ഒരു വാഗ്വാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ പല സമയങ്ങളിലും ആ ഒരു അദ്ദേഹത്തിന്റെ മോശം സിനിമകൾ വന്ന സമയത്ത് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നവർക്ക് വേണ്ടി സന്തോഷത്തോടുകൂടി അവർക്ക് ഒന്നുകൂടെ തിരിച്ചു കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയായി പോയി സർവമായ വന്നതും ഇപ്പൊ വന്ന ബത്ലഹേം കുടുംബമുണ്ട്. ഇനിയിപ്പം ഞെളിഞ്ഞ് നടക്കുക അവരുടെ ഫാൻസിന്. കാരണം അത്രയ്ക്കുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമകളും ഏകദേശം അങ്ങനെയാണ്. ഡിയർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. ഡിയർ സ്റ്റുഡൻസ് ആണോ സ്റ്റുഡന്റ് ആണോ? പിന്നെ അദ്ദേഹം അജു വർഗീസ് കോംബോയിൽ ഒരു സിനിമ വരുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത് നിവിൻ പോളിയുടെ ഒരു നല്ല സമയമാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചില ചീത്ത നേരത്തിന് ശേഷം ചില നല്ല നേരം വരുമെന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു നല്ല നേരത്തിൽ കൂടിയാണ് ഇപ്പോൾ നിവിൻ പോളി പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ചിരിയും ആ ഒരു ചാംനസും എല്ലാം ആ സിനിമയിൽ മാത്രമല്ല, ഇപ്പൊ കാണുന്ന ലൈവ് ഇന്റർവ്യൂസ് വരെ ഉണ്ട്. ഓരോ ചാനലുകൾക്ക് കൊടുക്കുന്ന ഇന്റർവ്യൂകൾ വരെ മുഴുവനായിട്ടിരുന്ന് കാണാൻ തോന്നുന്നു. കാരണം അത്രയും ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ ഹാപ്പിനെസ് എന്തായാലും മുന്നോട്ട് ഇനിയും ഉണ്ടാകട്ടെ. കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരു വെറുതെ കലാകാരന്മാർക്ക് എന്താ പറയുന്നത്, അവർക്ക് ശരിയാണ്, അവർ ചെയ്ത് അവർക്ക് ഫണ്ടുണ്ടായി അവർ അങ്ങനെ പോകുന്നു. പക്ഷെ അതിലു ഉപരി അവർക്ക് നമ്മുടെ സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. കാരണം ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ആളുകൾ, ഒരുപാട് ടെൻഷൻ അടിച്ച് ജോലി ഭാരം അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകാൻ ഇവരെ പോലുള്ള കലാകാരന്മാര്, സംവിധായകന്മാര്, അതായത് നല്ല ഗിരീഷ് ഷേഡിയെ പോലെയുള്ള അല്ലെങ്കിൽ നല്ല നല്ല സംവിധായകർ ചെയ്യുന്ന സിനിമകളാണ് പ്രേക്ഷകരെ ആ ഒരു 2-2.5 മണിക്കൂർ
ആളുകൾക്ക് നൽകുന്ന ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്, ആ ഒരു കിക്ക്, അതാണ് ഒരു ലൈഫിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല സിനിമകൾ കാണുമ്പോൾ കിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ നിവിൻ പോളിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്തായാലും നിവിൻ പോളിയുടെ കാലമാണിത്. ആ ഒരു മുഖത്തെ ചിരിയും സന്തോഷവും മുന്നോട്ട് അതുപോലെ ഉണ്ടാകട്ടെ. നല്ല നല്ല സിനിമകളുമായിട്ട് അദ്ദേഹം വരട്ടെ. അപ്പൊ എന്തായാലും ഒരു ഹാപ്പി, നല്ലൊരു പടം കണ്ടതിന്റെ കഴിഞ്ഞ ദിവസം ആ സിനിമയെക്കുറിച്ച് ഞാൻ റിവ്യൂ ഇട്ടിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ കണ്ടപ്പോൾ, ആ ഒരു എനർജി കണ്ടപ്പോൾ, നിവിൻ പോളിയുടെ ആ ഒരു എനർജി കണ്ടപ്പോൾ നമുക്കും ഒന്ന് ചാർജായി. അപ്പൊ അങ്ങനെയാണ് എനിക്ക് നിവിൻ പോളിയെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് തോന്നിയത്. അപ്പം ബൈ.